മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും പ്രധാനമായിട്ടും കൊണ്ടുപോയിരുന്നത് കുതിരവണ്ടികളിലായിരുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് വഴിയും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായി. കുതിരവണ്ടി അപകടത്തിൽപ്പെട്ടും നിരവധി പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ഗാസയിൽ എങ്ങും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്നത് കുട്ടികളുമായി ആശുപത്രിയിലേക്ക് ഓടുന്ന അവരുടെ മാതാപിതാക്കളെയാണ്. പരിക്കേറ്റവരെല്ലാം കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. അത്തരത്തിലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഗാസയിൽ നിലനിൽക്കുന്നത്. ഓരോ മിനിറ്റിലും പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രി നിറയുകയാണ്. ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രി ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് അബു സൽമയെ വെളിപ്പെടുത്തുന്നത് ആശുപത്രികൾ ഓരോ സെക്കൻഡും രോഗികളെ കൊണ്ട് നിറയുകയാണെന്നാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ ബോംബാക്രമണങ്ങളിൽ നിരവധി പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഇവരിലേറെയും പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. 526ഓളം പേർക്ക് പരിക്കുമേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ തെക്കൻ ഗാസ മുതൽ വടക്കൻ ഗാസ വരെയുള്ള വീടുകളിൽ അഭയാർത്ഥി കൂടാരങ്ങളിലുമായിരുന്നു ഇസ്രയേൽ അവരുടെ ബോംബാക്രമണം നടത്തിയിരുന്നത്. മാത്രമല്ല കനത്ത ഷെല്ലാക്രമണം ഇവർ നടത്തുകയുണ്ടായി.